വിഖ്യാതനായ എഴുത്തുകാരൻ NS മാധവന്റെ തിരുത്ത് എന്ന കഥ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും പലരും ഓർമ്മിക്കുന്ന ഒരു കഥയാണ്. കഥ വായിച്ചിട്ടുള്ളവരായിരിക്കും ഇരിക്കുന്ന എല്ലാവരും. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിനം ചുള്ളിയാട്ട് എന്ന വയോധികനായ മാധ്യമ പ്രവർത്തക എഡിറ്റർ തർക്കമന്ദിരം തകർത്തു എന്ന് തയ്യാറാക്കിയ വാർത്ത വിറയാർന്ന കൈകൾ കൊണ്ട് തർക്കമന്ദിരം വെട്ടിമാറ്റി അവിടെ ബാബറി മസ്ജിദ് എന്ന് എഴുതി ചേർക്കുന്നതാണ് കഥ. ആ കഥ വായിച്ച് വലിയ ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മലയാള പത്രങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്? കഥയിൽ നിന്ന് കാര്യത്തിലേക്ക് വന്നാൽ 1992 ഡിസംബർ മാസം 7-ാം തീയതി ഇറങ്ങിയ മലയാള മനോരമ പത്രത്തിന്റെ തലക്കെട്ട് താഴികക്കുടങ്ങൾ തകർത്തു, കല്യാൺ സിംഗിനെ പുറത്താക്കി. എന്തിന്റെ താഴികക്കുടം? പല വിമർശനങ്ങൾ ഉന്നയിക്കാം. താഴികക്കുടങ്ങൾ തകർത്തു പറഞ്ഞാൽ ബാക്കിയൊക്കെ ഭദ്രാണ് എന്നൊരർത്ഥം അതിലുണ്ട് അല്ലേ? മലയാളം അങ്ങനെയാണ്. എന്തിന്റെ താഴികക്കുടം? തുടർന്ന് വാർത്തയിലേക്ക് വന്നാൽ വാർത്തയിൽ പരാമർശിക്കുന്നതെല്ലാം തർക്കമന്ദിരം എന്നാണ്. തർക്കമന്ദിരം, വെറും മന്ദിരം എന്നും എഴുതിയിട്ടുണ്ട്. തർക്കമന്ദിരമെന്നും മന്ദിരമെന്നും എല്ലാം എഴുതിയിട്ടും ബാബറി മസ്ജിദ് എന്ന ഒരു വാക്ക് ആ മലയാള മനോരമ വാർത്തയിൽ കാണുന്നതാണില്ല. മാതൃഭൂമിയുടെ തലക്കെട്ട് കുറെ കൂടി ചിന്തോദ്ദീപകമാണ്. മാതൃഭൂമിയുടെ തലക്കെട്ട് അന്നേ ദിവസം കർസേവകർ തർക്കമന്ദിരം വ്യാപകമായി കേടുവരുത്തി. തകർന്നു പോയിട്ടൊന്നുമില്ല, കേടുണ്ട്. ഏത്? തർക്കമന്ദിരം. മനോരമ വാർത്തയിൽ പിന്നീട് വരുന്ന ഒരു വരിയുണ്ട്. ആ വരി ഇങ്ങനെയാണ്: താഴികക്കുടങ്ങൾക്ക് മുകളിൽ കയറിയ കർസേവകർ പ്രവർത്തന നിരതരായി. അതാണ് മലയാളം നന്നായി അറിയുന്നവരല്ലേ ഉള്ളൂ. ബാബറി മസ്ജിദ് അടിച്ചു പൊളിച്ച സംഭവത്തെ കുറിച്ച് മനോരമ എഴുതിയത് താഴികക്കുടങ്ങൾക്ക് മുകളിൽ കയറിയ കർസേവകർ പ്രവർത്തന നിരതരായി എന്ന. കേരളമോദിക്ക് ഒരു സംശയം ഉണ്ടായിട്ടില്ല, തർക്കമന്ദിരം തകർത്തു എന്ന് തന്നെ എഴുതി. ചുള്ളിയായിട്ട് ചിലപ്പോൾ കേരളമോദി കണ്ടിട്ടാണോ മറ്റേ NS മാധവൻ കഥ എഴുതിയെന്ന് എനിക്ക് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞത് NS മാധവന്റെ ഒരു കഥ മാത്രമല്ല, അത് ആ കാലത്തിന്റെ നേർക്ക് പിടിച്ചൊരു കണ്ണാടിയാണ്.